നമസ്കാരം. റിപ്പോർട്ടർ ടിവിയുടെ ഉടമസ്ഥാവകാശം അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കൈമാറിയതോടെ മാധ്യമപ്രവർത്തനം വിട്ട് CPM-ലേക്ക് പോയ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് MV നികേഷ് കുമാർ. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുമുണ്ട്. മാധ്യമപ്രവർത്തനത്തിനിടെ തന്റെ CPM അനുകൂല നിലപാട് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് MV നികേഷ് കുമാർ. റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് പാർട്ടിയിലേക്ക് വന്ന MV നികേഷ് കുമാർ പാർട്ടിയുടെ സൈബർ വിഭാഗത്തിൽ തലപ്പത്തേക്കാണ് വന്നത്. സംസ്ഥാനത്തെ മുതിർന്ന ഇടത് അനുകൂല മാധ്യമപ്രവർത്തകരെയാണ് CPM അതിന്റെ സൈബർ ടീം വിപുലീകരിച്ച വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഇപ്പോഴിതാ ആ പേരുകേട്ട സൈബർ ടീമിൽ വൻ പൊട്ടിത്തെറി എന്ന വാർത്തയാണ് വരുന്നത്. MV നികേഷ് കുമാറിന്റേത് ഒരു ഏകാധിപത്യ പ്രവണതയാണെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിക്കാൻ കഴിയാതെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ സൈബർ ടീം വിട്ടതായാണ് സൂചന. ദേശാഭിമാനി മുൻ എഡിറ്ററായിരുന്ന KV സുധാകരൻ, K മോഹൻദാസ്, EA സുഭാഷ് തുടങ്ങിയ മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് കൂട്ടത്തോടെ രാജിവെച്ച് പുറത്തുപോയത്. MV നികേഷ് കുമാറിന്റെ നേതൃത്വത്തോടുള്ള അതൃപ്തി വ്യക്തമാക്കി തന്നെയാണ് അവർ സൈബർ ടീം വിട്ടത്. ടീമിലെ നിരവധി യുവ മാധ്യമ പ്രവർത്തകർക്കും MV നികേഷ് കുമാറിനെ അംഗീകരിക്കാനാകുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി ചുമതല വിടുന്നത് ചർച്ചകൾക്ക് വഴിയൊരുക്കും എന്നതിനാലാണ് പലരും ടീമിൽ തുടരുന്നത് എന്നാണ് സൂചന. CPM സൈബർ സംഘത്തിന്റെ ഇടപെടൽ അത്ര കാര്യക്ഷമമല്ലെന്നാണ് നിലവിൽ പാർട്ടിയുടെ വിലയിരുത്തലും. ടീമിലെ പോര് പാർട്ടിയുടെ സൈബർ ലോകത്തെ ഇടപെടലിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും സൈബർ ടീമിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി ഉണ്ടെന്നാണ് സൂചന. പാർട്ടിയുടെ സൈബർ വിഭാഗത്തിൽ ഇതുപോലെ മോശമായ സമയം ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പാർട്ടി വേദികളിൽ തുറന്നടിച്ചതായാണ് റിപ്പോർട്ടുകൾ. MV നികേഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നതും സംരക്ഷിക്കുന്നതും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ്. ഈ സാഹചര്യത്തിൽ നികേഷ് കുമാറിന്റെ പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രിക്കുള്ള അതൃപ്തി പാർട്ടിയിൽ വലിയ ചർച്ച വിഷയമായിട്ടുണ്ട്. മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തോടെ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ സൈബർ ലോകത്തെത്തിക്കുക എന്ന ദൗത്യമായിരുന്നു സൈബർ ടീമിനുള്ളത്. കേരളത്തിൽ വളരെ ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകനായ MV നികേഷ് കുമാറിനെ തന്നെ പാർട്ടി ആ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തി സൈബർ ടീം വിപുലീകരിച്ചത്. ഇടത് അനുകൂല ഓൺലൈൻ ചാനലുകൾ അടക്കം ആരംഭിച്ച് ശക്തമായ പ്രചാരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സുപ്രധാനമായ പ്രചാരണ വിഭാഗത്തിൽ പൊട്ടിത്തെറിയുണ്ടായത്. മുഖ്യമന്ത്രിയടക്കം അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ നികേഷ് കുമാറിനെ പാർട്ടി സൈബർ ടീമിന്റെ തലപ്പത്ത് നിന്നും മാറ്റുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സൈബർ ലോകത്തെ പ്രചാരണം പാർട്ടികൾ ഗൗരവത്തോടെ കാണുന്ന കാലഘട്ടമാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വോട്ടർമാരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. ചെറു വീഡിയോ റിപ്പോർട്ടുകളും റീലുകളും ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. വിപുലമായ സോഷ്യൽ മീഡിയ ടീമിന് രൂപം നൽകാൻ പാർട്ടികളെ പ്രേരിപ്പിക്കുന്നതും ഇതാണ്. BJP, UDF-ഉം എല്ലാം സൈബർ ടീമിനെ ശക്തിപ്പെടുത്തുമ്പോഴാണ് ഈ രംഗത്ത് CPM-ന് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തിരിച്ചടി ഏൽക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.